എന്തിനേറെ പറയണം, നമ്മുടെ നാവ് അതിന്റെ സ്വേദശക്തി കൊണ്ട്, നാവിന്റെ സ്വേദശക്തി കൊണ്ട് 1000 രുചികൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ മൂക്കിന്റെ ഘ്രാണശക്തി കൊണ്ട് 10,000 ഗന്ധങ്ങൾ വേർതിരിക്കാൻ സാധിക്കും. പേര് നമുക്ക് പറയാൻ കഴിയില്ല. ചക്കയുടെ മണം, മാങ്ങയുടെ മണം, ശങ്കിന്റെ മണം എന്നൊക്കെ പറയാന്നല്ലാതെ കൊണ്ട് ആ മണത്തിന്റെ പേര് പറയാൻ നമുക്ക് സാധിക്കും. ഡിക്ഷണറിയിൽ കാണാൻ കഴിയില്ല. 10,000 ഗന്ധങ്ങളെ വിവേചിച്ചറിയാൻ നമ്മുടെ മൂക്കിന് മാത്രം സാധിക്കണം. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളെ അള്ളാഹു തആല മുസ്ലിമുകളാക്കി ഹിദായത്തിന്റെ വഴിയിലേക്ക് ആക്കിയിരുന്നുകൊണ്ടത്. ഇതിൽ പരം ഒരു അനുഗ്രഹം വേറെയില്ല. ഈ അനുഗ്രഹം നമുക്ക് വശാരമായി കിട്ടിയിരിക്കുകയാണ്. നാം ഒരു മുസ്ലിം കുടുംബത്തിൽ പെറ്റുവീണു എന്ന ഏക കാരണം കൊണ്ടാണ് ഈ വലിയ അനുഗ്രഹം അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതര സമുദായങ്ങളിലെങ്ങാനും പെറ്റി പിറന്നിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായേനെ? ഹൈന്ദവ കുടുംബത്തിലോ, ജൂത കുടുംബത്തിലോ, ക്രൈസ്തവ കുടുംബത്തിലോ, ജൈന കുടുംബത്തിലോ ഒന്നും പെറ്റി പിറന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ധമായ അനുകരണം കൊണ്ട് നമ്മൾ മറ്റ് ജാതിയിലും വർഗത്തിലും പെട്ടവരായി ശാശ്വതമായി അള്ളാഹുവിന്റെ ജഹന്നമിന്റെ കഠിനകഠോര ശിക്ഷയ്ക്ക് സങ്കേതമായതിന് പാത്രമായതിനെ അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ ഇസ്ലാമിലേക്ക് ഹിദായത്തിലാക്കി. ഇസ്ലാമിനെ പുതുതായിട്ട് കണ്ടെത്താൻ വേണ്ടി തീവ്രയത്നം നടത്തി ഇസ്ലാമിലേക്ക് കൊണ്ട് ധാരാളം ആളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ധാരാളം പേര് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ കിതാബിന്റെ കൂട്ടത്തിൽപ്പെട്ട കിതാബാണ് റിഹിലത്തുൽ അലാമില റൗളത്തുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മഹാന്മാരുടെ ഇസ്ലാമിക മെലവാടിയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്ന കിതാബ്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന 50 ആളുകളുടെ സത്യാന്വേഷണ ചരിത്രം, ആധുനിക കാലത്ത് ബ്രിട്ടൻ, അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള 50 ആളുകളുടെ ചരിത്രവും, അങ്ങനെ പ്രാചീനകാല ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തൊട്ട് കമലാസുരിയ വരെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഇസ്ലാം ദാർശനികത്തിൽ രേഖപ്പെടുത്തിയ കിതാബാണ് റിഹിലത്തുൽ അലാമി റൗളത്തുൽ ഇസ്ലാമിലോ. അത് വായിച്ചാൽ അറിയാമോ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഇസ്ലാമിനെ കണ്ടെത്താൻ എത്രത്തോളം യത്നിച്ചിട്ടുണ്ടെന്നും ഇസ്ലാമിനെ കണ്ടെത്തി ഇസ്ലാം ആശ്വസിച്ചു എന്ന കാരണം കൊണ്ട് എത്രമാത്രം ത്യാഗം ഒരുക്കേണ്ടി വന്നിട്ടുണ്ട്, ക്ലേശങ്ങളും മർദ്ദനങ്ങളും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ക്ലേശവും നമുക്കുണ്ടായിട്ടില്ല, ഒരധ്വാനവും നമുക്കുണ്ടായിട്ടില്ല, ഒരു ദുരിതം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നാം പെറ്റു വീണത് എന്നെ ഇസ്ലാമിക മെലവാടിയിലേക്ക് അൽഹംദുലില്ലാഹ്. അള്ളാഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അറിയപ്പെട്ട അറേബ്യൻ കവിയായ ബഹുമാനപ്പെട്ട ലബീദ് റളിയല്ലാഹു തആല അദ്ദേഹം ജാഹിലിയ്യ കാലത്തും ഇസ്ലാമിക കാലത്തും ജീവിച്ചിട്ടുള്ള ഒരു കവിയാണ് ലബീദ് റളിയല്ലാഹു തആല. മഹാനായ ലബീദ് റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ കവിതകളിൽപ്പെട്ട ഒരു കവിത പിന്നെ കഅബയിൽ കൊണ്ടുവന്ന സ്വർണത്തിൽ എഴുതി കഅബയിൽ അറബികൾ ജാഹിലിയ്യ കാലത്ത് കെട്ടിത്തൂക്കിയ സാഹിത്യ സമാഹാരങ്ങളിൽ, കവിതാ സമാഹാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ലബീദ് റളിയല്ലാഹുവിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത്. ബുഖാറി ചന്തയിൽ സാഹിത്യ മത്സരം നടത്തും. അതിൽ എന്താ പറഞ്ഞ സമ്മാനം നേടിയതായിട്ടുള്ള കവിതകൾ അത് സ്വർണത്തിൽ എഴുതിക്കൊണ്ട് കഅബയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുമായിരുന്നു. അതിനാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുഅല്ലഖാത്തിൽപ്പെട്ട ഒരു മുഅല്ലഖയുടെ വക്താവ് കൂടിയാണ്, ഷായർ കൂടിയാണ് ലബീദ് റളിയല്ലാഹു തആല. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം നിമിഷ കവിയായിരുന്നു. ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, മണ്ണിനെക്കുറിച്ചും പെണ്ണിനെക്കുറിച്ചും ഒക്കെ പാടിയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു വരി പോലും പാടിയിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ കവിയായിരുന്നുവല്ലോ, നിങ്ങളുടെ കവിത കേൾക്കാൻ വലിയ താല്പര്യമുണ്ട്, നിങ്ങളൊന്ന് പാടണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ലബീദ് റളിയല്ലാഹു അൻഹു ലഖദ് അബ്ദലിയല്ലാഹു ബിഖൈരിൻ മിൻ ദാലിക അൽ ഖുർആൻ, അതിനേക്കാൾ ഉദാത്തമായ മഹത്തായ സാഹിത്യകൃതി അല്ലാഹു നമുക്ക് പകരം നൽകിയിട്ടുണ്ട് ഖുർആൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഖുർആൻ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഖുർആനിന്റെ സാഹിത്യ കൗശല്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ സർഗശക്തി തണുത്ത് ഉറഞ്ഞുപോയി, ലജ്ജിച്ചുപോയി. അദ്ദേഹം പിന്നെ കവിത പാടിയിട്ടില്ല.